Next, we are going to look into an important topic, that is the chromatic polynomial. So, chromatic polynomial എന്ന് പറയുന്നത് അത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബേസിക്കലി നമ്മളുടെ ഒരു പെർമിറ്റേഷൻ്റെ ഒക്കെ ഒരു ടൈപ്പാണ് chromatic polynomial വരുന്നത്. അതായത് the number of ways of properly coloring a graph using lambda colors, അതിനെയാണ് നമ്മൾ chromatic polynomial എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. സോ ലാംഡയുടെ ടേംസിലാണ് നമുക്ക് chromatic polynomial പറയാനായിട്ട് സാധിക്കുന്നത്. സോ ഈ ഒരു ഗ്രാഫ് എടുത്തേ. ഈ ഒരു ഗ്രാഫിൽ എത്ര വേർട്ടിസസ് ഉണ്ട്? നമുക്ക് 4 വേർട്ടിസസ് ഉണ്ട്. സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാഫിന് നമുക്ക് 4 കളേഴ്സ് വെച്ചിട്ട്, ഇഫ് യു ആർ ഹാവിങ് 4 കളേഴ്സ്, ഓക്കെ, അപ്പോൾ എനിക്ക് ആദ്യം ഇവിടെ 1 കൊടുക്കാം, ഇവിടെ 2 കൊടുക്കാം, ഇവിടെ 3 കൊടുക്കാം, ഇവിടെ 4 കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ 2 കൊടുക്കാം, ഇവിടെ 3 കൊടുക്കാം, ഇവിടെ 4 കൊടുക്കാം, ഇവിടെ 1 കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ 3 കൊടുക്കാം, ഇവിടെ 4 കൊടുക്കാം, ഇവിടെ 1 കൊടുക്കാം, ഇവിടെ 2 കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് വേസിൽ എനിക്ക് കളറിങ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. ഓക്കെ, അപ്പം ദിസ് ഇസ് മൈ V3. ഓക്കെ, വിട്. ഇപ്പം നമുക്കൊരു ലൈൻ ഇടുന്ന വിചാരിക്കുക. ഐ ഹാവ് ഗിവൺ റെഡ് ഹിയർ ആൻഡ് ബ്ലൂ ഹിയർ. ഇഫ് ഐ വോണ്ട് ഐ ക്യാൻ ചേഞ്ച് ദിസ് ടു, ഇവിടെ ബ്ലൂ കൊടുക്കാം, ഇവിടെ റെഡ് കൊടുക്കാം, അല്ലേ? സോ ദ നമ്പർ ഓഫ് വേസ്, അതിനെയാണ് നമ്മൾ ഈ ഒരു ക്രൊമാറ്റിക് പോളിനോമിയൽ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ 4 കളേഴ്സ് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ടെൽ ഇറ്റ് 4 ഫാക്ടോറിയൽ വേസ്. സോ 4 ഫാക്ടോറിയൽ വേസ് ആയിട്ട് ഐ ക്യാൻ ഫൈൻഡ് മൈ കളേഴ്സ് ഇൻ ഹിയർ, അല്ലെങ്കിൽ ഐ ക്യാൻ കളർ ദിസ് ഗ്രാഫ് ഇൻ 4 ഫാക്ടോറിയൽ വേസ്. അതാണ് നമ്മളുടെ മാക്സിമം നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്, നമുക്ക് ഈ ഒരു ക്രൊമാറ്റിക് പോളിനോമിയലിൽ നമുക്ക് ഫോർമുലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇവിടെ എങ്ങനെയാണ്? Pn ഓഫ് ലാംഡ ഇസ് ഈക്വൽ ടു സമേഷൻ ഓഫ് i ഇസ് ഈക്വൽ ടു 1 to n ci ലാംഡ 1. അപ്പം ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ട പരിപാടി C1, C2, Cn ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് നമുക്കിനി ഞാൻ താഴോട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൽ അത് പറഞ്ഞു തരുന്നതായിരിക്കും. ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്കിവിടെ ക്രൊമാറ്റിക്, ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ദ ക്രൊമാറ്റിക് നമ്പർ ആൻഡ് ദ ക്രൊമാറ്റിക് പോളിനോമിയൽ ഓഫ് G എന്നാണ് കൊടുത്തേക്കുന്നത്. സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കുന്ന എന്താണ്? chi ഓഫ് G ആണ്. ഓക്കെ, സോ ആദ്യമേ ഞാൻ എൻ്റെ V1 ഞാനൊരു കളർ കൊടുത്തു. ഓക്കെ, V1 കളർ കൊടുത്ത് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വേർട്ടിക്സിന് എനിക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. എൻ്റെ V4 ഞാനിവിടെ അതേ കളറാണ് കൊടുത്തത്, ബിക്കോസ് അഡ്ജസ്റ്റൻ്റ് അല്ല. ഇനി അടുത്തത് എന്താണ്? V2 ഞാൻ 2 കളർ കൊടുത്തു. അപ്പോൾ ഇവിടെയോ ഒന്നും നമുക്കത് കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ 2 അവിടെ ഇരിക്കട്ടെ. V3 ഞാൻ 3 കളറിങ് കൊടുത്തു. സോ 3 കളറിങ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ്? 3 കളറിങ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്, അഡ്ജസ്റ്റൻസി ഒക്കെ ഓക്കെയാണ്. V5 എനിക്ക് 3 കൊടുത്താൽ മതി, ബിക്കോസ് V3 V5 അഡ്ജസ്റ്റൻ്റ് അല്ല. സോ വാട്ട് ക്യാൻ ഐ ഗിവ്? Chi of G I can give it as 3, because 3 is the minimum number of colors that is required to color this graph. ഇനി chromatic polynomial നോക്കാം. സോ chromatic polynomialന് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫോർമുല കൊടുത്തിട്ടുണ്ടായിരുന്നത്? Pn lambda of n is equal to n I is equal to 1 ci lambda 1. ഓക്കെ, സോ lambda I. ഇനിയിപ്പം ഇതിനെ ഞാനിങ്ങനെ എഴുതുന്നത്, ഇത് Pn ആണ്. ഈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേർട്ടിസസ് ആണ്. സോ P5 ഓഫ് ലാംഡ ഇസ് ഈക്വൽ ടു C1 ലാംഡ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് C2 ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് C3 ലാംഡ മൈനസ് 1 ലാംഡ മൈനസ് 2 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ C4 ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ലാംഡ മൈനസ് 2 ആൻഡ് ലാംഡ മൈനസ് 3 ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് C5 ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ലാംഡ മൈനസ് 2 ലാംഡ മൈനസ് 3 ലാംഡ മൈനസ് 4 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? വി നീഡ് ടു ഫൈൻഡ് ഔട്ട് C1, C2, C3, C4 ആൻഡ് C5. നമുക്ക് ഇവിടെ നമ്മുടെ ക്രൊമാറ്റിക് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ് വരുന്നത്. സോ ക്രൊമാറ്റിക് നമ്പർ 3 ആണെന്ന് പറയുമ്പോഴത്തേനും C1ഉം
C2 വിൽ ബി 0. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിനിമം 3 കളേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ ഗ്രാഫിനെ പ്രോപ്പറായിട്ട് കളർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ നമ്മളുടെ ഇപ്പോൾ ഒരു കളറോ 2 കളറോ ഉള്ളത് കൊണ്ട് നമുക്കൊരിക്കലും ഈ ഒരു ഗ്രാഫിനെ പ്രോപ്പറായിട്ട് കളർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ C1ഉം C2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി അടുത്തത് നമുക്ക് C3 നോക്കാം. ഓക്കെ, C3 നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പം നമ്മളുടെ ഈ ഒരു ഗ്രാഫ് എടുത്തു. ഓക്കെ, നമുക്ക് 3 കളേഴ്സാണ് ഇവിടെ വേണ്ടത്. 3 കളേഴ്സിന് ഞാനിവിടെ ഇതാണ് എൻ്റെ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ V1, V5, V2, V3 ആൻഡ് V4. ഓക്കെ, സോ ഇവിടെ 3 കളേഴ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് 3 കളേഴ്സ് യൂസ് ചെയ്യാം. അതായത് എനിക്കിവിടെ ഇത് നമ്പറാണേ പറയുന്നത്. ഇവിടെ ഞാൻ നമ്പറിങ് ചെയ്യുവല്ല, ഞാൻ ജസ്റ്റ് നമ്പേഴ്സായിട്ടാണ് എഴുതുന്നത്. അതായത് എനിക്കിപ്പം റെഡ്, ഗ്രീന്, ബ്ലൂ. ഓക്കെ, എനിക്ക് റെഡ്, ഗ്രീന്, ബ്ലൂ ഉണ്ടെന്ന് വിചാരിക്കാം. സോ എനിക്കിവിടെ റെഡ്, ഗ്രീന്, ബ്ലൂ എനിക്ക് ഏതെങ്കിലും ഒന്ന് ഇടാം. പക്ഷേ ഇത് രണ്ടും അഡ്ജസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കിവിടെ 2 എണ്ണം എഴുതാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ. എനിക്കിവിടെ ഗ്രീനോ ബ്ലൂവോ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ എനിക്ക് ബ്ലൂവേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ്? കാരണം ഇത് 2 എണ്ണത്തിനും ഈ V5 അഡ്ജസ്റ്റൻ്റ് ആണ്. ഇനി അടുത്ത് ഇവിടെ എനിക്ക് ഏതൊക്കെ കളേഴ്സ് യൂസ് ചെയ്യാം? എനിക്ക് അഗെയിൻ ഇവിടെ ബ്ലൂ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ്? എനിക്ക് റെഡ്, ഗ്രീൻ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ 3 കോമ്പിനേഷനോ 2 കോമ്പിനേഷനോ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ എനിക്ക് ഏതൊക്കെ യൂസ് ചെയ്യാം? ഇവിടെ 2 എണ്ണം ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 2 കോമ്പിനേഷൻ യൂസ് ചെയ്യും. ബ്ലൂ അല്ലാതെ എനിക്ക് റെഡും ഗ്രീനും ഇവിടെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് 3 കളേഴ്സാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, 3 കളറിങ് ആണ്. സോ 3 റാൻഡം കളേഴ്സ് ഞാൻ എടുത്തു. ഓക്കെ, ഞാനിവിടെ റെഡോ ഗ്രീനോ ബ്ലൂവോ ഇവിടെ യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാനിപ്പോൾ ബൈ ചാൻസ് ഇവിടെ ഞാൻ റെഡാണ് യൂസ് ചെയ്തതെന്ന് വിചാരിക്കും. ഓക്കെ, റെഡ് ഞാൻ ഇവിടെ യൂസ് ചെയ്തു എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഗ്രീനോ ബ്ലൂവോ മാത്രമേ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ റെഡ് യൂസ് ചെയ്തു. ഇനി V2 ഞാൻ ഗ്രീൻ യൂസ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ബ്ലൂ മാത്രമേ യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുള്ളൂ. കാരണം രണ്ടും അഡ്ജസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. ഇനി ഇവിടെ 2 ഇടത്തും ബ്ലൂ ഉണ്ട്. അപ്പോൾ എനിക്കിവിടെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള വേർട്ടിസസിൻ്റെ സെയിം കളർ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഐ ക്യാൻ ഹാവ് റെഡ് ഓർ ഗ്രീൻ. ഇനി ഇതിൻ്റെ നമ്പേഴ്സ് എടുത്തേ. 3, ഇത് 3 കളേഴ്സ് ഉണ്ട്. 3 ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 2. അപ്പോൾ എത്രയാണ് വരുന്നത്? 6 ഇൻറ്റു 2. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 12 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് C4 നോക്കാം. C4 നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? C4 നമ്മൾ 4 കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 4 കളേഴ്സ് വരുമ്പോഴത്തേന് എങ്ങനെയാണ് നമുക്ക് ഈ ഗ്രാഫ് ഒന്നുകൂടെ ഒന്ന് വരയ്ക്കാം. വരയ്ക്കുമ്പോഴത്തേന് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. V1, V5, V2, V3 ആൻഡ് V4. ഓക്കെ, അപ്പം ഞാനിവിടെ എന്താണ് ചെയ്യുന്നത്? എനിക്ക് 4 കളേഴ്സ് യൂസ് ചെയ്യും. എന്താണ്? C4 ആണ് 4 കളേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ റെഡ്, ഗ്രീൻ, ബ്ലൂ ആൻഡ് യെല്ലോ. അപ്പം ഞാനിവിടെ റെഡ്, ഗ്രീന്, ബ്ലൂ, യെല്ലോ യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പം ഞാനിവിടെ റെഡാണ് യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ എനിക്ക് 4 പോസിബിലിറ്റീസ് ഇവിടെ V1-ലുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഗ്രീനോ ബ്ലൂവോ യെല്ലോ ഇവിടെ യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഗ്രീൻ ഇവിടെ യൂസ് ചെയ്തു എന്ന് വിചാരിക്കാം. എനിക്ക് ബ്ലൂ അല്ലെങ്കിൽ യെല്ലോ, എനിക്ക് ഈ 2 ഇടത്ത് ബ്ലൂ അല്ലെങ്കിൽ യെല്ലോ എനിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്ലൂ, യെല്ലോ ഇതിൽ ഏതെങ്കിലും ഒന്ന്. ഇപ്പോൾ എനിക്ക് ഫോർ എക്സാമ്പിൾ ബ്ലൂ ആണ് ഞാൻ 2 കേസിൽ യൂസ് ചെയ്തു എന്നുണ്ടെങ്കിൽ എനിക്ക് റെഡ്, ഗ്രീന്, യെല്ലോ 3 പോസിബിലിറ്റിയാണ് ഇവിടെ V4-ലുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എത്ര കിട്ടുന്നതെന്ന് നോക്കിയേ. ഇവിടെ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3. ദാറ്റ്സ് നത്തിങ് ബട്ട് 4 ഫാക്ടോറിയൽ ഇൻറ്റു 6 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെ ഗ്രാഫ് വരച്ചിട്ട് നിങ്ങൾക്ക് ഓരോന്നിനെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് C5 അല്ലേ. C5 ആണ് അടുത്തത്. C5 ഇസ് നത്തിങ് ബട്ട് 5 ഫാക്ടോറിയൽ. സോ 5 വേർട്ടിസസും 5 കളേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് 5 ഫാക്ടോറിയൽ ബേസ് ആയിട്ട് അല്ലേ. ബിക്കോസ് എല്ലാവർക്കും 5 കളേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. ഇപ്പോൾ ഇവിടെ എനിക്ക് 5, ഇവിടെ 4, ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 1 എന്നുള്ള രീതിയിൽ എനിക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ 5 ഫാക്ടോറിയൽ ബേസിലാണ് C5 കളേഴ്സിന് എനിക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇനിയിപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇത്രയും കൊണ്ട് നിന്നോ? ഇല്ല, നമ്മളുടെ P5-നകത്ത് നമ്മൾ ഇതിനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ആദ്യമേ 2 എണ്ണം നമുക്ക് C1 is equal to 0, C2 equal to 0 ആണ്. അപ്പോൾ ഈ 2 ടേംസ് നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യും അല്ലേ. ഇനി അടുത്ത് C3 നോക്കിക്കേ. C3 എന്തായിരുന്നു? നമുക്ക് 3 ഫാക്ടോറിയൽ ഇൻറ്റു 2. 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 എന്തുകൊണ്ട് എഴുതുന്നത് വെച്ചാൽ നമുക്ക് ഡിനോമിനേറ്റർ അവിടെ 3 ആണ് വരുന്നത് അല്ലേ. ലാംഡ ഇൻറ്റു ലാംഡ -1 ലാംഡ -2 ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ. അതുകൊണ്ടാണ് ഈ ഫാക്ടോറിയൽ പരുവത്തിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസലിങ് എളുപ്പമാവും. പ്ലസ് 4 ഫാക്ടോറിയൽ ഇൻറ്റു 6 ലാംഡ -1 ലാംഡ -2
ലാംഡ മൈനസ് 3 ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ, 4ഉം 4ഉം ക്യാൻസൽ, പ്ലസ് 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 അപ് ടു ലാംഡ മൈനസ് 4 വരെ നമുക്ക് പോവും. ഓക്കെ, ശരി. അപ്പം ഇത്രയും നമ്മൾ എഴുതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേനും വീൽ ഗെറ്റ് ദ 2 ലാംഡ മൈനസ് 1 ലാംഡ മൈനസ് 2 പ്ലസ് 6 ലാംഡ മൈനസ് 1 ലാംഡ മൈനസ് 2 ലാംഡ മൈനസ് 3 പ്ലസ് ലാംഡ മൈനസ് 1 ലാംഡ മൈനസ് 2 ലാംഡ മൈനസ് 3 ആൻഡ് ലാംഡ മൈനസ് 4. സോ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ ക്രൊമാറ്റിക് പോളിനോമിയൽ ഈ ഒരു കേസിൽ എഴുതാനായിട്ട് സാധിക്കുന്നത്. കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് ശരിക്കും ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാണ്ട് നമുക്കിത് മുന്നോട്ട് എഴുതി ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി അടുത്ത് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇവിടെ നമ്മൾ ക്രൊമാറ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കണം. സോ ക്രൊമാറ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം Pn ഇസ് നത്തിങ് ബട്ട് വാട്ട്, C1 ലാംഡ ബൈ 1 ഫാക്ടോറിയൽ. ഇപ്പം നമുക്ക് 5 വേർട്ടിസസ് ആണുള്ളത്. ഇപ്പോൾ C2 ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ, C3 ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ലാംഡ മൈനസ് 2 ബൈ 3 ഫാക്ടോറിയൽ, പ്ലസ് C4 ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ലാംഡ മൈനസ് 2 ലാംഡ മൈനസ് 3 ബൈ 4 ഫാക്ടോറിയൽ, പ്ലസ് C5 5 ഫാക്ടോറിയൽ ലാംഡ മൈനസ് 1 ലാംഡ മൈനസ് 2 ലാംഡ മൈനസ് 3 ആൻഡ് ലാംഡ മൈനസ് 4. ഇനി ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? C1, C2, C3, C4 ആൻഡ് C5. C1 C2 എത്രയാണ് നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എഗെയിൻ നമ്മളുടെ എന്താണ് ക്രൊമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് 3 ആണ് വരുന്നത്. സോ ഇറ്റ് വിൽ ബി 0. എന്തുകൊണ്ടാണ്? നമുക്ക് മിനിമം 3 കളേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ പ്രോപ്പറായിട്ട് കളർ ചെയ്യാനായിട്ട് സാധിക്കൂ. പിന്നെ C5 എന്ന് പറയുന്നത് 5 ഫാക്ടോറിയൽ ആണെന്ന് നമുക്കറിയാം. ബിക്കോസ് 5 വേർട്ടിസസ് ഉണ്ട്, അതിന് 5 വേസ് നമുക്ക് കളർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് 4 കളറിങ് നോക്കാം. 4 കളറിങ് നോക്കുമ്പോൾ എങ്ങനെയാണ്? നമുക്കിവിടെ റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ 4 പോസിബിലിറ്റി ഉണ്ട്. നമുക്കിവിടെ ഞാൻ റെഡ് എടുത്തു. ഇവിടെ ഞാൻ എന്നിട്ട് ഞാനിവിടെ ഗ്രീന്, ബ്ലൂ, യെല്ലോ എടുത്തു. ഗ്രീൻ എടുത്തു ഞാനിവിടെ. അപ്പോൾ ബ്ലൂ, യെല്ലോ എന്ന് ഞാനിവിടെ ബ്ലൂ എടുത്തു. അപ്പം യെല്ലോയാണ് എനിക്ക് ബാക്കിയുള്ളത്. സോ യെല്ലോ എനിക്കിവിടെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് ഇവിടെ ബാക്കി വന്ന കളർ ഏതാ? റെഡ് ആണല്ലേ. ഇപ്പോൾ റെഡോ എനിക്ക് ഗ്രീനോ ഇവിടെ ആഡ് ഓൺ ചെയ്യാം. സോ നമ്മൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 2 വരും. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 48. അല്ലെങ്കിൽ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2. ഇത് 4 ഫാക്ടോറിയൽ ആണ്. 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി P(n) എഴുതുമ്പോഴത്തേനും നമുക്ക് എങ്ങനെ എഴുതുന്നത്? ഈ C1 C2 0 ആണ് വരുന്നത്. പിന്നെ C3യുടെ 3 ഫാക്ടോറിയൽ ക്യാൻസൽ ഔട്ട് ചെയ്യും. സോ ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ലാംഡ മൈനസ് 2 പ്ലസ് C4ൻ്റെ എങ്ങനെയാണ് വരുന്നത്? C4 4 ഫാക്ടോറിയൽ ക്യാൻസൽ ഔട്ട് ചെയ്യും. ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 2 ഇൻറ്റു ലാംഡ മൈനസ് 3 പ്ലസ് C5യുടെയും 5 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യും. ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 2 ഇൻറ്റു ലാംഡ മൈനസ് 3 ഇൻറ്റു ലാംഡ മൈനസ് 4. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു ക്രൊമാറ്റിക് പോളിനോമിയൽ എഴുതുന്നത്. നിങ്ങൾക്ക് ഈ ഒരു C1 C2 ഒക്കെ കണ്ടുപിടിക്കുന്ന കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഇനി നമുക്കൊരു തിയറം നോക്കാം. A graph on n vertices, it's a complete graph if and only if the chromatic polynomial is of this form. ഇനി നമുക്ക് ആദ്യമേ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് വരച്ച് നോക്കാം. ബേസിക് കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ട്രയാങ്കിൾ ആണല്ലേ. ഓക്കെ, നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൽ ലാംഡ കളേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് വേർട്ടിസിൽ ഞാൻ ലാംഡ കളേഴ്സ് യൂസ് ചെയ്തു. അടുത്ത വേർട്ടിസിന് ഞാൻ ലാംഡ മൈനസ് 1 കളർ യൂസ് ചെയ്തു. കാരണം ഈ സെയിം കളർ എനിക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു വേർട്ടിക്സിൽ ഞാൻ ലാംഡ മൈനസ് 2 കളേഴ്സ് യൂസ് ചെയ്തു. എന്തുകൊണ്ടാണ്? ഇത് 2 ആൾക്കാരുടെ അടുത്തും അഡ്ജസൻ്റ് ആണ്. അപ്പോൾ ഈ 2 കളേഴ്സ് എനിക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ നോക്കിക്കേ, ഇത് ഞാൻ എഴുതുമ്പോൾ ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 2 എന്നാണ് എനിക്കിതിൻ്റെ ക്രൊമാറ്റിക് പോളിനോമിയൽ എഴുതാനായിട്ട് സാധിക്കുന്നത്. സോ ഇതാണ് ഒരു എക്സാമ്പിൾ പറയാനായിട്ടുള്ളത്. സോ നമ്മൾ ഇവിടെ ഈ ഒരു പ്രൂഫിനെ എങ്ങനെ റിസോൾവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഡ കളേഴ്സ് ഉണ്ടെങ്കിൽ ലാംഡ ഡിഫറെൻറ്റ് ബേസിൽ നമുക്ക് ഈ ഒരു കളറിങ് പോസിബിൾ ആക്കാനായിട്ട് സാധിക്കും. സോ ആദ്യത്തെ വേർട്ടിക്സിന് ലാംഡ, അടുത്ത വേർട്ടിക്സിന് ലാംഡ മൈനസ് 1, അടുത്തതിന് ലാംഡ മൈനസ് 2, പിന്നെ ഇതിന് ലാംഡ മൈനസ് 3 എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ലാംഡ മൈനസ് n-1 വേർട്ടിസസിന്, n-1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേർട്ടിസസ് ആണ്, നമ്പർ ഓഫ് വേർട്ടിസസ് ദാറ്റ് ക്യാൻ ബി കളേർഡ് അതർ ദാൻ ദ ഫസ്റ്റ് വൺ. അപ്പോൾ അത്രയും തന്നെ വെച്ച് നമുക്ക് കളർ ചെയ്യാനായിട്ട് പറ്റും അപ് ടു വി റീച്ച് ദ സെയിം വേർട്ടിസ് ദാറ്റ് ഇസ് ബിഫോർ. സോ -1. ഓക്കെ,
സോ നമ്മൾ കളർ ചെയ്യുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ഓരോന്നിനെയും കുറച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ബിക്കോസ് ഒരു വേർട്ടെക്സ് ബാക്കിയുള്ള എല്ലാ വേർട്ടിസസുമായിട്ട് കണക്റ്റഡ് ആണ്. ഇനി അടുത്തൊരു തിയറും കൂടി നോക്കാം. An n-vertex graph is a tree if and only if its chromatic polynomial is lambda into lambda minus 1 raised to n minus 1. ഓക്കെ, സോ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഒരു ഇനീഷ്യൽ വേർട്ടെക്സ് V1 എടുത്തു. ഓക്കെ, ഈ V1ന് ലാംഡ കളേഴ്സ് പോസിബിൾ ആണ് അല്ലേ. ഇനി ഇതിനോട് അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടിസസ് എടുത്തു. ഇവർക്ക് ലാംഡ മൈനസ് 1 കളേഴ്സ് പോസിബിൾ ആണല്ലേ, കാരണം ഈ സെയിം കളർ പറ്റത്തില്ല. ഇനി അടുത്ത അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടിസസ് എടുത്തു. ഈ ഒരു കളർ അല്ലാതെ ഈ കളർ ഉൾപ്പെടെ നമുക്ക് എത്ര കളേഴ്സ് വേണോ പറ്റും, ലാംഡ മൈനസ് 1 കളേഴ്സ് ഇവിടെ പറ്റും അല്ലേ. പിന്നെ അടുത്തെടുത്തേ, ഈ ഒരു കളർ അല്ലാണ്ട് എനിക്കൊരു ലാംഡ മൈനസ് 1 കളേഴ്സ് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെ നമുക്ക് എത്ര വേർട്ടിസസ് ഉണ്ടോ ഈ ഒരു ലാംഡ ഇതൊഴിച്ച് എത്ര ബാക്കിയുള്ള റിമൈനിങ് n വേർട്ടിസസിൽ നിന്ന് -1 എത്ര വേർട്ടിസസ് ഉണ്ടോ അതിനെല്ലാത്തിനും നമ്മൾ ലാംഡ മൈനസ് വൺ എന്ന് പൊക്കോണ്ടേയിരിക്കും. പക്ഷേ ഒരു സൈക്കിൾ ഇല്ലാത്തത്ര ഇവിടെ ഇല്ലല്ലോ, നമ്മുടെ ട്രീയിൽ ഒരു സൈക്കിൾ ഇല്ലല്ലോ. അപ്പോൾ സൈക്കിൾ ഇല്ലാത്തത്രയും കാലം നമുക്ക് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള വേർട്ടിസസ് അല്ലാതുള്ള വേറെ കളേഴ്സ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഹെൻസ് നമുക്ക് പ്രൂവ് ചെയ്യാം n ഓഫ് ലാംഡ അല്ലെങ്കിൽ നമ്മുടെ ക്രോമാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് ലാംഡ ഇൻറ്റു ലാംഡ -1 the whole raised to n -1 ആണെന്നുള്ളത്.